വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളുടെ ഇത്തവണത്തെ 2026 പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ടുള്ള മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ പുറത്ത് വന്നിട്ടുണ്ട്. ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്ക്രീനിലുണ്ട്. 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് 21-ാം തീയതി തീരുന്ന രീതിയിലാണ് എക്സാം. പക്ഷെ 16-ാം തീയതി ഹോം സയൻസ്, സൈക്കോളജി പോലത്തെ വിഷയങ്ങളാണ്. അത് ഒരുവിധം സ്കൂളിലെ കുട്ടികൾക്കൊന്നും ഇല്ലാത്ത സബ്ജക്റ്റാണ്. കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അതുള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലി, അതായത് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും ഒഫീഷ്യലി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 17-ാം തീയതി ആണെന്ന് പറയാം. 17-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് വരുന്നത്. 17 ചൊവ്വ ഇംഗ്ലീഷ്, 18 ബുധൻ കെമിസ്ട്രി, 19 തേഴ്സ്ഡേ വ്യാഴാഴ്ച മാത്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 2 എക്സാമും ഫോർനൂണാണ്. അതായത് രാവിലെയാണ് ആദ്യത്തെ 2 എക്സാമും, ഇംഗ്ലീഷും കെമിസ്ട്രിയും. എന്നാൽ മാത്സ് വരുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ്, ആഫ്റ്റർനൂണാണ് മാത്സ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ആൻഡ് 20-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ സെക്കൻഡ് ലാംഗ്വേജും വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സും. റെഡി? ആൻഡ് 21-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് ഓർ ബയോളജി. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനാണെങ്കിൽ രാവിലെയും ബയോളജി സ്റ്റുഡൻസിനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് എക്സാം. ഇതാണ് ടൈം ടേബിളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ടൈം ടേബിൾ അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫെക്റ്റ് ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം ടേബിൾ ഇല്ലാത്തത് കൊണ്ട് സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടില്ല, പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നവരോട് നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളും വന്നു. ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല മാർക്കിലേക്കോ ഫുൾ സ്കോറിലേക്കോ ഒന്നും എത്താൻ പറ്റില്ല. ഒന്നും അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ കണ്ടന്റ് ഒക്കെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ റിവിഷൻ ബാച്ച്, ദ ലാസ്റ്റ് റിവിഷൻ ബാച്ചാണ്. ഈ റിവിഷൻ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ പോകുന്ന സ്ക്രോളിലെ നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. വെറും 1999 ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അതായത് 4299 ബാച്ച് നിങ്ങൾക്ക് 1999 കിട്ടുന്നുണ്ട്. ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള ഈ ഒരു 30 ദിവസം, അതായത് മോഡൽ എക്സാമിന് വേണ്ടി ഒരു 30 ദിവസമേ ഉള്ളൂ. ഈ 30 ദിവസം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ മറക്കരുത്, ബാച്ചിൽ ജോയിൻ ചെയ്യുക, നല്ല മാർക്ക് വാങ്ങുക, ഫുൾ സ്കോർ തന്നെ കിട്ടണം. അപ്പോൾ കാണാം, ബൈ.